കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ സിത്താരയോട് ചോദിക്കണേ, മാഡത്തിനറിയോ എൻ്റെ അച്ഛൻ ആരാണെന്ന്? അന്നേരം സിത്താര പറയണേ, അറിയാം. നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഇപ്പം നിൻ്റെ കൂടെയുള്ള തങ്കമുണ്ടല്ലോ, അവളുടെ ഇതിന് മുമ്പുള്ള പേര് ശാന്തി എന്നായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ആ ജോലിക്കാരിയെ കണ്ടിരുന്നത്. എന്നിട്ട് അവസാനം സ്നേഹം നടിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഭർത്താവിനെ തന്നെ എന്നിൽ നിന്ന് തട്ടിയെടുത്തവളാണ് നിൻ്റെ അമ്മ. അങ്ങനെ അവർക്കിടയിൽ ജനിച്ച കുഞ്ഞാണ് നീ. ശ്രീനിവാസനും ശാന്തിക്കും ജനിച്ച കുഞ്ഞ്. എന്താ, നിനക്കിപ്പോൾ അറിയേണ്ട കാര്യം അറിഞ്ഞോ? അത് കേട്ട സന്തോഷത്തോടെ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം സിത്താര പറയണേ, നിൻ്റെ അമ്മ അന്ന് തകർത്തിട്ട് പോയതാ എൻ്റെ ജീവിതം. ഇപ്പോൾ നിന്നെയും പറഞ്ഞയച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം തകർക്കാൻ. സത്യം പറഞ്ഞാൽ നിന്നെ ആദ്യം കണ്ടപ്പോൾ നീ ആ ശാന്തിയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എനിക്ക് നിന്നോട് വെറുപ്പാ തോന്നിയത്. എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പകരം നിന്നെ കൊണ്ടുവന്നപ്പോൾ പാമ്പ് അടിച്ച് ചാകുവാണെങ്കിൽ നീ അങ്ങ് ചാകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് നിന്നെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചതും. പക്ഷേ പിന്നീട് നിന്നോടുള്ള എൻ്റെ വൈരാഗ്യം കുറഞ്ഞു വന്നു. നിൻ്റെ പെരുമാറ്റത്തിലൂടെ എവിടേക്കോ നിന്നോടുണ്ടായിരുന്ന വെറുപ്പ് അലിഞ്ഞില്ലാതായതുപോലെ. എന്നാൽ നീ വീണ്ടും നിൻ്റെ അമ്മ പഠിപ്പിച്ചു വിട്ടതുപോലെ എൻ്റെ മനസ്സ് തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം കൃഷ്ണ പറയണേ, അയ്യോ മാഡം, ഒരിക്കലും ഇല്ല. മാഡം പറയുന്ന പോലെയൊന്നുമല്ല. അമ്മയ്ക്കിതൊന്നും അറിയില്ല. അമ്മ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ മാഡത്തോട് ഇതൊക്കെ ചോദിക്കാൻ വന്നത്. വേണ്ട, എനിക്കിനൊന്നും കേൾക്കണ്ട. ഇല്ല മാഡം, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാ മാഡത്തിനെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന്. അമ്മ അങ്ങനെ പറയണമെങ്കിൽ അത് സത്യമായിരിക്കും. അമ്മ എന്നോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. അന്നേരം സിത്താര പൊട്ടിത്തെറിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ? സ്വന്തം അച്ഛനാരാണെന്നറിയാതെ നാട് മുഴുവൻ അലഞ്ഞ നീയാണോ നിൻ്റെ അമ്മയുടെ സത്യസന്ധതയെക്കുറിച്ച് പറയുന്നത്? എനിക്കിനി ഒന്നും കേൾക്കുകയും കാണാൻ വേണ്ട. ന്യായീകരിക്കാനും സത്യസന്ധത തെളിയിക്കാനുമായിട്ട് ആരെയും എൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കുകയും വേണ്ട. അങ്ങനെ പറഞ്ഞ സിത്താര ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്രീനിവാസനാണ് തൻ്റെ അച്ഛനെന്നറിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ കൃഷ്ണ അവിടെ നിന്നും തിരികെ പോകുവാണ്. വീട്ടിൽ ചെല്ലുന്ന കൃഷ്ണ നേരെ തങ്കത്തിനോട് കാര്യങ്ങൾ തിരക്കുവാണ്. അമ്മേ, ഇത്ര നാളും അമ്മയിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നൊരു ഉത്തരവുണ്ടായി. എൻ്റെ അച്ഛൻ ആരാണെന്ന് പലതവണ അമ്മയോട് ഞാൻ ചോദിച്ചു. എന്നാൽ അമ്മ അത് പറയാൻ മടി കാണിച്ചു. അമ്മയെ കൂടുതൽ സങ്കടപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും ആ ചോദ്യം ചോദിക്കാതെ ഇത്ര നാൾ കാത്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു. സിത്താര മാഡം എന്നോട് പറഞ്ഞു ശ്രീനിവാസനാണ് എൻ്റെ അച്ഛനെന്ന്. അതുമാത്രമല്ല മാഡം പറഞ്ഞത്, മാഡത്തിൻ്റെ ജീവിതം തകർത്തത് അമ്മയാണെന്ന് കൂടി പറഞ്ഞു. എന്താ മാഡം അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മയും മാഡം തമ്മിലുള്ള പ്രശ്നം എന്താ? എൻ്റെ അമ്മക്ക് ഒരിക്കലും ആരും ചതിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്താ നിങ്ങൾക്കിടെ നടന്നത്? അന്നേരം തങ്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുവാണ്. തങ്കം പറയണേ, നീ അറിയേണ്ട ആഗ്രഹം അറിഞ്ഞില്ലേ? നിൻ്റെ അച്ഛനാരാണെന്ന് അറിഞ്ഞല്ലോ. നിൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഇനി വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിനൊന്നും ഉത്തരം പറയാൻ എന്നെ കൊണ്ടാവില്ല ഇപ്പോൾ. അന്നേരം കൃഷ്ണ ചോദിക്കണേ, അതെന്താ? ഞാനും ഗാഥയും ഒരേ അച്ഛൻ്റെ മക്കളാണ്. പക്ഷേ ഞങ്ങളുടെ അമ്മമാർ വ്യത്യസ്തമാണ്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. അമ്മക്കും സിത്താര മാഡത്തിൻ്റെ ഇടയിൽ നടന്നത് എന്താണെന്നറിയാനുള്ള അവകാശം എനിക്കില്ലേ? അന്നേരം തങ്കം പറയണേ, എല്ലാം നീ അറിയും. അറിയേണ്ട സമയമാകുമ്പോൾ അറിയും. അല്ലാതെ ഞാനായിട്ട് നിന്നോടൊന്നും പറയില്ല. നീ ഇനി എന്തൊക്കെ തന്നെ വിചാരിച്ചാലും ശരി. സിത്താര മാഡം പറഞ്ഞതുപോലെ ഞാൻ മാഡത്തിനെ ചതിച്ചതാണെന്ന് നീ വിശ്വസിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ സത്യം എന്തെങ്കിലും നീ തിരിച്ചറിയും. അന്ന് നീ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് തങ്കകത്തേക്ക് കയറി പോകുവാണ്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ തങ്കം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുവാണ്. എന്താണെങ്കിലും ഞാനും ഗാഥയും തമ്മിലുള്ള സാമ്യത്തിൻ്റെ കാര്യം ഉറപ്പാണ്. ഞങ്ങൾ രണ്ടാളും ഒരേ അച്ഛൻ്റെ മക്കളാണ്. പക്ഷേ സിത്താര മാഡത്തിനും എൻ്റെ അമ്മയ്ക്കും ഇടയിൽ സംഭവിച്ചതെന്താ? അതെന്താണെന്ന് കണ്ടെത്തണം. എൻ്റെ അമ്മ നിരപരാധിയാണെങ്കിൽ ആ സത്യം സിത്താര മാഡത്തിനെയും ബോധ്യപ്പെടുത്തണം എനിക്ക്. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാഡത്തിനെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെ ആലോചിച്ച് നിൽക്കുവാനിക്കൊണ്ടോ കൃഷ്ണൻ. പിന്നീട് കാണിക്കുന്നത് നവീൻ്റെ റൂമിലേക്ക് കയറാതെ റൂമിന് പുറത്ത് മടിച്ച് നിൽക്കുന്ന ഗാഥയാണ്. ഇത് കണ്ട് നവീൻ പുറത്തേക്ക് വരുവാ. താനെന്താടോ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? എന്തുപറ്റി? ഒന്നുമില്ല നവീൻ, ഞാൻ നവീൻ്റെ റൂമിലേക്ക് കിടക്കാൻ വരാമെന്ന് വിചാരിച്ച് വന്നതാ. പക്ഷേ അടുത്തെത്തിയപ്പോൾ വല്ലാത്തൊരു ഭയം പോലെ. എന്തോ അകത്തേക്ക് കയറാനൊരു പേടി. എടോ, നമുക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം നമ്മൾ രണ്ടാളും തന്നെ പരിഹരിച്ചതല്ലേ. ഇനിയിപ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തനിക്ക് താങ്ങായിട്ട് ഞാനും, അതുപോലെ എനിക്കെന്തെങ്കിലും പ്രശ്നമോ സങ്കടമോ വന്നാൽ എനിക്ക് താങ്ങാനായിട്ട് താനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിടയിൽ ഒരു ടെൻഷനും മാറിയും ഒന്നും ആവശ്യമില്ല. താൻ ധൈര്യം ഒട്ടി ഇങ്ങനെ കയറി വന്നേ. അങ്ങനെ പറഞ്ഞ് ഗാഥയെ റൂമിലേക്ക് പിടിച്ച് കയറ്റുവാണ് കേട്ടോ നവീൻ. ഈ സമയം റൂമിലെത്തിയതും ഗാഥയ്ക്ക് വീണ്ടും പാമ്പിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഓർത്ത് വീണ്ടും പേടിയാകുവാണ്. അങ്ങനെ വേഗം തന്നെ ഗാഥ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ, ഇല്ല നവീൻ, എന്നെക്കൊണ്ട് പറ്റില്ല. എന്നെക്കൊണ്ട് ആ റൂമിൽ ഒരു നിമിഷം പോലും ഉറങ്ങാൻ പറ്റില്ല. സോറി നവീൻ എന്നും പറഞ്ഞ് ഹോളിലേക്ക് എത്തുവാണ്. അങ്ങനെ നവീനും ഗാഥയുടെ ഒപ്പം എത്തുവാണ് കേട്ടോ. അന്നേരം ഗാഥ പറയണേ, സോറി നവീൻ, എനിക്കറിയാം നവീൻ്റെ മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടെന്ന്. ഞാനും നമ്മളൊന്നിച്ചുള്ള ആ നല്ല സ്വപ്നം കണ്ട ജീവിതം തുടങ്ങാൻ വേണ്ടി തന്നെയാണ് നവീൻ്റെ കൂടെ തിരിച്ചു വന്നത്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല നവീൻ. അന്നേരം നവീൻ പറയണേ, ഗാഥ താൻ ടൈം എടുത്തോളൂ, ആവശ്യമുള്ള അത്രയും ടൈം എടുത്തോളൂ. തൻ്റെ മനസ്സാദ്യം റിലാക്സ് ആവട്ടെ. ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാ. സത്യമാണ് നവീൻ. നവീൻ എന്നോട് ദേഷ്യമൊന്നുമില്ലേ?
എനിക്കെന്തിനാ തന്നോട് ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. ഒരു ഭാര്യയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളല്ലേ നല്ല ഭർത്താവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ നവീൻ. അതിനെന്താ? തനിക്ക് എവിടെയാണോ കിടക്കാൻ തോന്നുന്നത് അവിടെ കിടന്നോളൂ. താങ്ക്സ് നവീൻ എന്നൊക്കെ പറഞ്ഞ് ഗാഥ ആ സോഫയിൽ തന്നെ കിടക്കുവാണ്. ഈ സമയം നവീനും അടുത്തിരിക്കുന്നുണ്ട്. അന്നേരം ഗാഥ പറയണേ, നവീനിൻ്റെ കൂടെ തന്നെ ഇരിക്കണേ. നവീനിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഞാൻ ഇവിടുത്തെ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് നവീനും പറയുവാണ് കേട്ടോ. അങ്ങനെ ഗാഥ കണ്ണടച്ചുറങ്ങുവാണ്. ഈ സമയം നവീനും ഗാഥയുടെ മുടിയിൽ തലോടിക്കൊണ്ട് അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സിത്താര പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന കൃഷ്ണേനെയാണ് കേട്ടോ. സിത്താര ശ്രീനിവാസനാണ് തൻ്റെ അച്ഛനെന്ന് പറഞ്ഞ കാര്യം, പിന്നീട് അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണ് കൃഷ്ണ. അതിനുശേഷം തങ്കം പറഞ്ഞ വാക്കുകൾ ഓർക്കുവാണ്. ഈ സമയത്തായിരിക്കും തങ്കം റൂമിലേക്ക് വരുന്നത്. മോളിതുവരെ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല. എന്തുപറ്റി? അമ്മയോട് ദേഷ്യമാണോ? അമ്മയോട് ഞാനിതിനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. വീണ്ടും വന്നിട്ട് കൃഷ്ണ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണയുടെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് തങ്കത്തിന് മനസ്സിലാകുവാണ്. തങ്കം അങ്ങനെ താഴെ കട്ടിലിൻ്റെ അടി വെച്ചിരുന്ന ആ പെട്ടിയിൽ നിന്ന് ശ്രീനിവാസിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാണ്. എന്നിട്ട് അത് കൃഷ്ണയെ കാണിച്ചിട്ട് പറയണേ, ഇതാണ് മോളുടെ അച്ഛൻ, മോൾ കാണാൻ കാത്തിരുന്ന അച്ഛൻ. അങ്ങനെ ആ ഫോട്ടോ കാണുന്നതും സന്തോഷത്തോടെ ആ ഫോട്ടോ കയ്യിലേക്ക് വാങ്ങുകോട്ടോ കൃഷ്ണ. എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിൽ മതി മറന്നിരിക്കുവാണ് കൃഷ്ണ. ചിരിച്ച് തുള്ളിച്ചാടി കൗതുകത്തോടെ കൃഷ്ണ ചോദിക്കണേ, എൻ്റെ അച്ഛനെ കാണാൻ നല്ല ഭംഗിയായിരുന്നല്ലേ? എന്ത് രസമാണ് കാണാൻ. ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു. അന്നേരം തങ്കം പറയണേ, ശരിയാ മോള് പറഞ്ഞത്. ആൾക്കൂട്ടം നിന്ന ആരായാലും അദ്ദേഹത്തെ നോക്കിപ്പോകും. അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. മാത്രമല്ല നല്ല സ്വഭാവം, എല്ലാവരോടും പെരുമാറ്റത്തിൽ സ്നേഹമുള്ള സ്വഭാവം പെരുമാറ്റവും മാത്രമായിരുന്നു. അമ്മ അപ്പോൾ എന്നോട് കള്ളം പറഞ്ഞതാണോ അച്ഛൻ എവിടെയുള്ളതെന്ന്? അച്ഛന് എവിടെയുള്ളതെന്ന് അമ്മക്കറിയാമല്ലേ? എനിക്കറിയില്ല മോളെ, അക്കാര്യം അമ്മ സത്യം പറഞ്ഞത്. ഇത്തരം കള്ളം പറഞ്ഞ അമ്മ ഇതും കള്ളം പറയുമെന്ന് മോൾക്ക് വിശ്വസിക്കാം. പക്ഷേ സത്യമായിട്ടും നിൻ്റെ അച്ഛൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നിൻ്റെ അച്ഛൻ തിരികെ വരുമായിരിക്കും. അന്ന് ഞാൻ ഇത്ര നാൾ വളർത്തി വലുതാക്കിയ നിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് ഏൽപ്പിക്കണം. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് പറയണോ എനിക്ക്? കുഞ്ഞായിരുന്ന നിന്നെ ഒരു ശത്രുക്കളുടെയും കയ്യിലകപ്പെടാതെ ഇത്ര നാളും പൊതിഞ്ഞു പിടിച്ച് വളർത്തുമായിരുന്നു ഈ അമ്മ. ആദ്യം കീർത്തുണിയിലായിരുന്നു പൊതിഞ്ഞു പിടിച്ചത്, പിന്നീട് അമ്മയുടെ സ്നേഹത്തിലായി. നിനക്ക് അമ്മയോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിൻ്റെ അച്ഛനോട് ചോദിക്കാം. അച്ഛനതിനെല്ലാം നിനക്ക് ഉത്തരം നൽകും. അതുവരെ എൻ്റെ മോള് കാത്തിരിക്കണം. അമ്മയോട് മോൾക്ക് വെറുപ്പൊന്നും തോന്നരുത്. അന്നേരം കൃഷ്ണ സങ്കടത്തോടെ അമ്മയോട് പറയണേ, അമ്മയോട് എനിക്കങ്ങനെ വെറുപ്പ് തോന്നാൻ പറ്റുമോ? എനിക്കെൻ്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഒരിക്കലും എനിക്കെൻ്റെ അമ്മയെ വെറുക്കാൻ പറ്റില്ല. അമ്മയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് തങ്കത്തെ ചേർത്ത് പിടിക്കുവാണ്ടോ കൃഷ്ണ. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളിൽ തങ്കത്തിനും വല്ലാത്ത സന്തോഷം തോന്നുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹോളിലേക്ക് എത്തുന്ന കീർത്തി കാണുന്നത് സോഫയിൽ കിടന്നുറങ്ങുന്ന ഗാഥേനെയാണ് കേട്ടോ. അത് കാണുന്നതും കീർത്തിക്കാണെങ്കിൽ എന്തോ ഒരു പണിയൊപ്പിക്കാൻ തോന്നുവാണ്. അങ്ങനെ കീർത്തി അടുക്കളയിലേക്ക് പോകുവാണ്. ഈ സമയം നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിർമ്മല അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ കീർത്തി ചൂലെടുത്ത് പോകുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് നിർമ്മല എന്താ കാര്യം എന്ന് ചോദിക്കുക. അന്നേരം കീർത്തി ഇപ്പം വരാം എന്നും പറഞ്ഞ് അവിടെ ഗാഥ കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. എന്നിട്ട് പതിയെ അവിടെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ ചൂലുകൊണ്ട് അടിക്കുവാണ്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഗാഥയുടെ കയ്യിൽ ആ ചൂലിൻ്റെ പുല്ലുണ്ടല്ലോ അത് വെച്ച് പതിയെ ഇങ്ങനെ തലോടുവാണ് കേട്ടോ. ഈ സമയം പെട്ടെന്നാണെങ്കിൽ ഗാഥ അയ്യോ പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് സോഫയിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് വീണ് അലറി വിളിക്കുവാണ് കേട്ടോ. അത് കണ്ടിട്ട് കീർത്തിയും നിർമ്മലയും ചേർന്ന് ഗാഥയെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുവാണ്. അന്നേരം സുമിത്രം അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ തന്നെ അവർ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കി ദേഷ്യത്തിൽ കീർത്തിയുടെ നേരെ ചാടി വീഴുവാം. നീ എന്താടി കാണിച്ചത്? സിത്താര ശ്രീനിവാസൻ്റെ മകളെ കളിയാക്കുന്നോ എന്നും ചോദിച്ച് കീർത്തിയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് സുമിത്ര നിർമ്മലയ്ക്ക്. അന്നേരം കീർത്തി പറയണേ, നിനക്ക് ഭ്രാന്ത് മൂത്തെന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറുവാണോ വേണ്ടത്? ഭ്രാന്ത് മൂത്താലേ പല ചങ്ങല കൊണ്ടയിടുകയാണ് വേണ്ടത്. എന്താടി പറഞ്ഞത്? ആർക്കാടി ഭ്രാന്ത് മൂത്തത് എന്നും പറഞ്ഞ് കീർത്തിയെ വീണ്ടും തല്ലാനായിട്ട് കൈ വാങ്ങുവാണ് കേട്ടോ ഗാഥ. അന്നേരം നിർമ്മല പറയണേ, ഇനി എൻ്റെ മോളുടെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ പിന്നെ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കില്ല. അത് കേൾക്കുന്നു ഗാഥ പറയണേ, ഓ അങ്ങനെയാണോ? മകളെ തൊട്ട അമ്മക്ക് എത്രക്ക് പൊള്ളുമോ? അങ്ങനെയാണെങ്കിൽ മകളെ തൊടുന്നില്ല അമ്മയെ തന്നെ തൊട്ട് കളയാം എന്നും പറഞ്ഞ് നിർമ്മലയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ് കേട്ടോ ഗാഥ. അതുകൊണ്ട് സുമിത്ര വീണ്ടും ഞെട്ടിപ്പോകുക. സുമിത്ര എന്നിട്ട് ഗാഥ തടഞ്ഞു മാറ്റണേ, മോളെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? നീ എന്തായി ചെയ്യുന്നതെന്നറിയോ? എന്തൊക്കെ തന്നെ ന്യായീകരണം പറഞ്ഞാലും ശരി, പ്രായത്തിന് മൂത്ത ഒരാളെ കൈ വീശി തല്ലുന്നത് നല്ല കുടുംബത്തിലെ പെൺകുട്ടിക്ക് ചേർന്ന രീതിയല്ല. നിൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഗാഥ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ, ഓ അമ്മയ്ക്ക് അമ്മയുടെ കുടുംബക്കാരെ തൊട്ടപ്പോൾ പുള്ളിയോ? അപ്പോൾ ഇവരോട് എന്നോട് കാണിച്ചതോ എന്നെ ഭ്രാന്തി എന്ന് വിളിച്ചതോ അതിലൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലേ? ഈ സമയം നിർമ്മല പറയണേ, ഇപ്പം നീ നിർമ്മലയുടെ നേരെയാണ് കൈവച്ചത്. ഇതിന് ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചിരിക്കും. നിങ്ങൾ ചോദിക്കാനുള്ള എല്ലാം ചോദിക്ക്.
ഈ ഗാഥാ ശ്രീനിവാസനോട് കളിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ കളി പഠിപ്പിച്ചിരിക്കും. ഒരാളെ കൊന്നു വന്ന് കയറിയാലും എൻ്റെ മമ്മി എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലോർത്തോ. ഈ സമയം ദേഷ്യത്തിലവിടെ നിന്ന് പോകുവാണ് കീർത്തി നിർമ്മലയ്ക്ക്. ഈ സമയം സുമിത്ര പറയണേ, മോളെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഇതെല്ലാം മാറുമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തോടെ അതും പോയി. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഗാഥയാണെങ്കിൽ ആകെ ദേഷ്യത്തിലെ ഭ്രാന്തളകി നിൽക്കുവാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് ഗോപാലൻ കൃഷ്ണയെ വിളിക്കുവാണ്. കൃഷ്ണമോളെ എവിടെയായത്? നമുക്ക് പോകണ്ടേ? സമയമായി. അന്നേരം കൃഷ്ണ അങ്ങോട്ടേക്ക് വരുവാ. ഗോപാലമാമ ഞാൻ റെഡിയാണ്. അതെ, നമുക്ക് ഇന്ന് ലോട്ടറി വിൽക്കാനായിട്ട് കുറച്ച് ദൂരെ എവിടേക്കെങ്കിലും പോയാലോ? നവീൻ്റെ മുമ്പിൽ ഇനി ചെന്ന് പെടാൻ വയ്യ എനിക്ക്. അങ്ങനെയാണെങ്കിൽ മോൾക്ക് സന്തോഷം തരുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാം. സന്തോഷം തരുന്ന സ്ഥലമോ? അതെവിടെയാ? അങ്ങനെ ചോദിച്ചു നിൽക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്